നമ്മുടെ ജ്യോതിഷത്തിൽ, ഇന്ത്യൻ ജ്യോതിഷത്തിൽ, ജ്യോതിശാസ്ത്രത്തിൽ പ്രവചന ഭാഗം വളരെ ദുർബലമായിരുന്നു. ഫലഭാഗം ഒട്ടും ഉണ്ടായിരുന്നില്ല. ഗണിത ഭാഗമാണ് പ്രബലമായിരുന്നത്. ഇപ്പം ആര്യഭടീയം നോക്കിയാൽ നിങ്ങൾക്കറിയാം. ആര്യഭടീയത്തിൽ ഭാവി പ്രവചിക്കുന്നൊന്നുമില്ല, മറിച്ച് ഗോളങ്ങളുടെ ചലനങ്ങൾ നോക്കി സൂര്യൻ എപ്പോൾ ഉദിക്കും, എപ്പോൾ അസ്തമിക്കും, ഋതുക്കൾ എപ്പോൾ മാറി വരും തുടങ്ങിയ ഗണിതപരമായ ആലോചനയുടെ വിഷയമായിട്ടാണ് ജ്യോതിശാസ്ത്രം നിലനിന്നത്. ഈ ജ്യോതിശാസ്ത്രത്തെ ജ്യോതിഷമാക്കി മാറ്റുന്നതിൽ, പ്രവചന രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ ഇടപെടൽ നടത്തിയത്, അതിൻ്റെ അടിസ്ഥാനമായി തീർന്നത് അലക്സാണ്ടർക്ക് ശേഷം ഇന്ത്യയിലേക്ക് വന്ന ഗ്രീക്ക് ജ്യോതിഷാണ്. ഹോരാശാസ്ത്രം എന്ന ഗ്രന്ഥത്തിലെ ഹോര എന്ന പദം കാലം, മണിക്കൂർ എന്ന അർത്ഥത്തെ കുറിക്കുന്ന അവർ എന്നുള്ള ഇംഗ്ലീഷ് പദത്തിൻ്റെ അടിസ്ഥാന മൂലപദത്തിൻ്റെ തദ്ഭവമായിട്ട് വന്നതാണ്. അതാണ് ഹോരാശാസ്ത്രമായത്. ഇന്ന് ഇന്ത്യൻ ട്രഡീഷനായിട്ട് നിങ്ങൾ ജ്യോതിഷത്തെ കാണുന്നു. ജ്യോതിശാസ്ത്രം, അസ്ട്രോണമി എന്ന് പറയുന്നത് എവിടെയോ പോയിരിക്കുന്നു. അസ്ട്രോളജി അതിനെ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു.